ഈ ആഴ്ചയുടെ അവസാനത്തോടനുബന്ധിച്ച് വരാനിരിക്കുന്ന ഫാമിലി വീക്കിൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമങ്ങൾ തുടങ്ങിയതായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മാതൃദിനമായിട്ട് കത്തുകൾ അയച്ചല്ലോ. അങ്ങോട്ട് കത്തുകൾ എഴുതുകയും പിന്നെ നമ്മുടെ അമ്മമാർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തു എല്ലാ കണ്ടസ്റ്റൻസും ലാലേട്ടന്റെ മുന്നിൽ വെച്ച്. അപ്പൊ സായി പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമുക്ക് കൺവിൻസിങ് ആവുന്നതായിരുന്നു. ഒരുപാട് വീടുകളിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് സായി ഇന്നലെ സംസാരിച്ചത്. സായിയുടെ കത്തിൽ ആദ്യം തന്നെ എഴുതിയിരുന്ന ഒരു കാര്യം, അമ്മ പ്ലസ് സ്നേഹ ഈസിക്കൽ ടു സമാധാനം. എനിക്ക് പുറത്തിറങ്ങിയിട്ട് സീക്രട്ട് ഏജന്റ് ആയല്ല, സായി കൃഷ്ണനായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അമ്മയും സ്നേഹയും, അതായത് സായിയുടെ ഭാര്യയും ഒരുപോലെ നിന്ന് ഒന്നിച്ച് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലേ എൻ്റെ ആഗ്രഹം സാധിക്കുള്ളൂ. അതായത് സീക്രട്ട് ഏജന്റിൽ നിന്ന് സായി കൃഷ്ണനായിട്ട് മാറാനായിട്ട് എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ വരാനിരിക്കുന്ന ഫാമിലി വീക്കിൽ സായിയുടെ ഫാമിലി വരുന്ന സമയത്ത് സ്നേഹയും അതുപോലെ തന്നെ നമ്മുടെ സായി കൃഷ്ണയുടെ അമ്മയെയും ഒരുപോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സായി ഇന്നലെ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ ഈ പറയുന്ന വാക്കുകൾ കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് ഫാമിലികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഭാര്യയും അമ്മയും തമ്മിൽ ഒത്തുചേരാത്ത പ്രശ്നങ്ങൾ ഒട്ടുമിക്ക വീടുകളിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് ഉള്ളിൽ വെച്ച് പെരുമാറുന്നു, പല ആൾക്കാരും അത് പുറത്തേക്ക് കാണിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമാണ്. സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതലെങ്കിലും ഇത്തരത്തിൽ ജീവിക്കുന്ന ആളുകളും ഈ നാട്ടിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറെ പേര് അത് ഉള്ളിൽ വെച്ച് പെരുമാറുന്നു, ഒരു വീട്ടിൽ താമസിക്കുന്നു. പല ആളുകളും അത് പുറത്തേക്ക് കാണിക്കുന്നു, പല വീടുകളിലായിട്ട് മാറി താമസിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സംഘർഷത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ഒരു മകനും അതുപോലെ തന്നെ ഭർത്താവുമാണ്. അപ്പൊ സായി ഇതിനെ പറ്റിയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കേണ്ടായത്. അപ്പോൾ വരാനിരിക്കുന്ന ഫാമിലി വീക്കിൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നലത്തെ സായിയുടെ വാക്കുകളിൽ നിന്ന് ഒരു തീപ്പൊരി അവിടെ വീണ് കാണും ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ മനസ്സിൽ. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് കൂടി ഇതിനോട് അനുബന്ധിച്ച് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വീക്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു അടിപൊളി കിഡിലം എപ്പിസോഡായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഷോ എങ്ങനെയാണ് അവിടെ വരുന്ന കണ്ടസ്റ്റൻസിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും. ഇങ്ങനെ എങ്ങാനും അവർ ഒന്നിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതിനു മുന്നത്തെ സീസണുകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാദിറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ വീട്ടിൽ അംഗീകരിച്ചു, തന്റെ അച്ഛൻ തന്നെ അംഗീകരിച്ചു. അതുപോലെ തന്നെ സിജോ, ബിഗ് ബോസ് മലയാളം സീസൺ 5 ഇപ്പോഴും ഉള്ള സിജോയെ തന്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ചു, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഭിഷേക് ശ്രീദേവ്, ഇപ്പോ ഈ സീസണിൽ നിന്ന് എവിക്റ്റ് ആയിട്ട് പോയ അഭിഷേകിനെയും വീട്ടുകാർ അംഗീകരിച്ചു, തന്റെ ഐഡന്റിറ്റി അംഗീകരിച്ചു. അതുപോലെ തന്നെ സീസൺ 4 അശ്വിൻ സ്വന്തം അമ്മയെ കണ്ടെത്തി. എത്ര നല്ല നല്ല കാര്യങ്ങളാണ് ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. ഇതിന്റെ ഭാഗത്ത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങളും ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസണുകൾ. അപ്പോൾ തീർച്ചയായിട്ടും സായി കൃഷ്ണയുടെ ജീവിതം കൂടി മാറ്റിമറിക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കട്ടെ. സായിയുടെ ആഗ്രഹം പോലെ ഭാര്യയും അമ്മയും ഒന്നിച്ച് ഫാമിലി വീക്കിൽ വരട്ടെ. സായിയുടെ ഒപ്പം ഒരു ഗെയിമൊക്കെ കളിച്ച് ഒന്നിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം താമസിക്കാൻ കൂടി പറ്റുമെന്ന് തോന്നുന്നു. ഇന്ന് കയറിക്കഴിഞ്ഞാൽ നാളെ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഒരു ദിവസം കണ്ടസ്റ്റന്റിന്റെ ഒപ്പം ആ ഒരു ഫാമിലിക്ക് താമസിക്കാൻ കഴിയും. അങ്ങനെയാണ് ഒന്നൊന്നായിട്ട് ഓരോ ഫാമിലി മെമ്പേഴ്സിനെ വീടിന്റെ അകത്തേക്ക് കയറ്റുന്നത്. ഉറപ്പ് പറയുന്നില്ല, താമസിക്കാൻ കഴിയും എന്നൊരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോ വഴിയൊക്കെ ലാലേട്ടൻ തന്നെ പറയുമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ രണ്ടുപേരും ഒന്നിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് എന്തായാലും ഒന്ന് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്